പൂനെയിൽ ആകെ 59 പേർക്ക് അപൂർവ ന്യൂറോളജിക്കൽ ഡിസോർഡറായ ഗുയിലെയിൻ ബാരെ സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ. 59 പേരിൽ 12 പേരും വെന്റിലേറ്ററുകളിലാണ് നിലവിൽ. നഗരത്തിലെ കേസുകളുടെ പെട്ടെന്നുള്ള വർധനവ് അന്വേഷിക്കാൻ മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 38 പുരുഷന്മാരും 21 സ്ത്രീകളും ഉൾപ്പെടെ GBS കേസുകളുടെ ആകെ എണ്ണം ബുധനാഴ്ച 59ആയി വർദ്ധിച്ചിരുന്നു. 12 രോഗികൾ നിലവിൽ വെന്റിലേറ്റർ പിന്തുണയിലാണ് നിലനിൽക്കുന്നതെന്നും ഒരു ആരോഗ്യ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അണുബാധകൾ സാധാരണയായി GBSലേക്ക് നയിക്കുന്നുണ്ട്. അതിന് പിന്നിലെ കാരണം അവ ഒരു വ്യക്തിയുടെ പ്രതിരോധശേഷി ദുർബലപ്പെടുത്തുന്നു എന്നതാണ്. കുട്ടികളിലും ചെറുപ്പക്കാരിലും ഈ രോഗം വ്യാപകമാണ്. പക്ഷേ GBS ഒരു പകർച്ചവ്യാധിയിലേക്കോ ഒരിക്കലും നയിക്കില്ല എന്നും ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നുണ്ട്. ചികിത്സയിലൂടെ മിക്ക ആളുകളും ഈ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രോഗം എന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഞരമ്പുകളെ ആക്രമിക്കുകയും ബലഹീനത, മരവിപ്പ് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയായി മാറുന്ന ഒരു രോഗമാണ്. GBS അപൂർവം മാത്രമല്ല, മറിച്ച് അതിന്റെ കൃത്യമായ കാരണങ്ങൾ അജ്ഞാതമായി തുടരുകയാണ്. മയോ ക്ലിനിക്കിന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ രോഗമുള്ള മിക്ക ആളുകളും GBS ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് കുറഞ്ഞത് 6 ആഴ്ച മുമ്പെങ്കിലും അണുബാധയുടെ ലക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ്. ഈ അണുബാധകളിൽ ഏതെങ്കിലും ശ്വാസരോഗമോ ദഹനനാള അണുബാധയോ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല GBSന്റെ ലക്ഷണങ്ങളിൽ ബലഹീനത ഉൾപ്പെടുന്നുണ്ട്. ഇത് ആദ്യം കാലുകൾക്കുള്ളിലായിരിക്കും അനുഭവപ്പെടുന്നത്. പിന്നീട് ശരീരത്തിന്റെ മുകളിലേക്ക് കാലുകൾ, കൈകൾ, മുഖം, ശ്വസന പേശികളിലേക്കും എന്നിങ്ങനെ നീങ്ങുവാനും സാധ്യതയുണ്ട്. ഈ രോഗമുള്ളൊരു വ്യക്തിക്ക് പടികൾ കയറാൻ ബുദ്ധിമുട്ട് തോന്നുവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വെറുതെ നടക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മുഖത്തും പിന്നീട് ശരീരത്തിലും ബലഹീനത എന്നിവയാണ് കാണപ്പെടുന്ന മറ്റൊരു സാധാരണ ലക്ഷണം. GBSലെ നാഡികളുടെ തകരാറ് മൂലം തലച്ചോറിന് അസാധാരണമായ സെൻസറി സിഗ്നലുകൾ ലഭിച്ചേക്കാമെന്ന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് സ്ട്രോക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ രോഗത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ ഇവ ഉൾപ്പെടുന്നുമുണ്ട്. കാഴ്ചയിലെ ബുദ്ധിമുട്ട്, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, സംസാരിക്കാനോ ചവയ്ക്കാനോ ബുദ്ധിമുട്ട്, കൈകളിലും കാലുകളിലുമുള്ള വേദന, രാത്രിയിൽ കഠിനമായ വേദന, അസാധാരണമായ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, ദഹനത്തിലോ മൂത്രസഞ്ചി നിയന്ത്രണത്തിലോ ഉള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. മെഡിക്കൽ ചരിത്രം അവലോകനം ചെയ്യുന്നതിനൊപ്പം ശാരീരിക പരിശോധന നടത്തിയാണ് ഈ അവസ്ഥ പ്രധാനമായും നിർണ്ണയിക്കുന്നത്. സിഗ്നൽ അയക്കാനുള്ള നാഡിയുടെ കഴിവ് അളക്കാൻ ഒരു നാഡി കണ്ടക്ഷൻ വെലോസിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ GBSന് ചികിത്സയില്ല. ചില ചികിത്സകൾ ഈ അവസ്ഥയുടെ തീവ്രത കുറയ്ക്കുവാൻ കാര്യമായി സഹായിക്കുന്നതുമായിരിക്കും.